ഇനി നീ പറ, ആ മാൻകുട്ടി ആ മാനിന്റെ ഫാമിലിയിലേക്ക് പോണോ അതോ കരടിയുടെ ഫാമിലിയിലേക്ക് പോണോ? ഏത് ഫാമിലിയിലേക്കാ പോകേണ്ടത്? കരടിയുടെ ഫാമിലിയിലേക്ക്. ആണോ സീതമ്മ? പിന്നല്ലാതെ, ഇത്രയും ദിവസം സ്നേഹം കൊടുത്ത് വളർത്തിയത് ആ കരടിയല്ലേ. അതുകൊണ്ട് ആ മാൻകുട്ടി കരടിയുടെ ഫാമിലിയിലേക്ക് പോണം. അതെങ്ങനെ സീതമ്മ? അതൊരു മാൻകുട്ടിയല്ലേ, മാൻ എങ്ങനെയാ കരടിയാവുന്നേ? മാൻ എപ്പോഴും മാന്റെ കുടുംബത്തിലേക്കല്ലേ പോകേണ്ടത്? കറക്റ്റ് മോളെ. മാൻകുട്ടി വലുതായ ശേഷം ഇപ്പൊ പെട്ടെന്ന് എവിടെയോ പ്രത്യക്ഷപ്പെട്ട അച്ഛനും അമ്മയുടെയും കൂടെ പോണോ? ഇത്രയും ദിവസം സ്നേഹം കൊടുത്ത് വളർത്തിയത് കരടിയായിരുന്നില്ലേ. കരടിയുടെ കുട്ടിയല്ലേ മാൻകുഞ്ഞ്. അതെങ്ങനെ സീതമ്മ? ഞാൻ നിന്റെ ഫാമിലിയിലല്ലേ, നീ എന്റെ അമ്മയല്ലേ. അപ്പോ ആ മാങ്കുഞ്ഞ് അമ്മയുടെ അച്ഛന്റെ കൂടെ അല്ലേ പോകേണ്ടത്? അപ്പൊ കരടിയുടെ കുഞ്ഞ് കരടിയുടെ കൂടെ അല്ലേ പോകുന്നത്, അല്ലേ അച്ഛാ? യെസ് ബേബി, യു ആർ ഓൾവേസ് റൈറ്റ്. പിന്നെ എന്തുണ്ടാവും അച്ഛാ? പിന്നെ ആ മാൻകുഞ്ഞ് മാനമ്മയുടെയും മാനച്ഛന്റെയും കൂടെ അങ്ങ് പോകും. സൂപ്പറായിട്ട് അവർ ഒന്നിച്ച് ജീവിക്കും, ഹാപ്പി ആയിട്ട് അങ്ങ് പോകും. അപ്പൊ കരടി? കരടി ഒറ്റയ്ക്ക് കാട്ടി നിൽക്കും. എങ്ങനെയുണ്ട് കഥ? സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ. കൊള്ളായിരുന്നോ? ഇവൾ എന്റെ മകളാ ഡോക്ടർ. ശ്യാമും അവന്റെ വൈഫും സറോഗസി ത്രൂ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് ഡിസൈഡ് ചെയ്തിരുന്നു. പക്ഷെ വാടകയ്ക്കെടുത്ത അമ്മ അവരെ ചതിച്ചു പോയി കളഞ്ഞു. നോ ശാലിനി, മ്യൂസിക് ഓഫ് ചെയ്യണ്ട. ശ്യാം, എനിക്കറിയാം ശാലിനി അങ്ങനെയൊക്കെ പെരുമാറിയപ്പോ നിനക്കത് വിഷമായി കാണും. നിനക്കറിയില്ല അവളുടെ സ്വഭാവം എന്താണെന്ന്. ഞാൻ അവളോട് സംസാരിച്ചോളാം. പ്ലീസ് ശ്യാം, നീ വിഷമിക്കാനൊന്നും നിൽക്കണ്ട. ആ കുഞ്ഞ് അവിടെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. ആ കുഞ്ഞിനെ പ്രസവിച്ച സറോഗേറ്റ് മദർ തന്നെ ആ കുഞ്ഞിനെ നന്നായി വളർത്തിയിട്ടുണ്ട്. ആ കുഞ്ഞ് പെൺകുഞ്ഞാണ് ശാലിനി. നമ്മുടെ കുഞ്ഞ് നമ്മുടെ മകളാവള്. ഇമാജിൻ, എവിടെയോ ഒരിടത്ത് അവള് ജീവിച്ചിരിപ്പുണ്ട്. ശാലു, നേരത്തെ ഞാൻ അവിടെ നമ്മുടെ കുഞ്ഞ് ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തോടെ ശ്രദ്ധിക്കുക. നിനക്കൊരു സർപ്രൈസോ ഒന്നുമില്ല, ഒരു സന്തോഷമില്ല. എന്താ നിനക്ക് ആ കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹം തോന്നുന്നില്ലേ? നമ്മുടെ മോള ഏതോ പുണ്യം ചെയ്തവളുടെ വയറ്റിലാണ് ജനിച്ചത്. അവള് ജീവനോടെ ഉണ്ടാവില്ലെന്നാ കരുതിയത്. ഇപ്പൊ അവള് ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയില്ലേ? എന്നിട്ടും നിനക്ക് അവളൊന്ന് കാണണമെന്ന് തോന്നിയില്ലേ? ശ്യാം, എനിക്കെന്താ പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയില്ലേ ശ്യാം? വാ ഉറങ്ങാം. നോ ശാലു, ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. എനിക്കിന്ന് ഉറങ്ങുകയും വേണ്ട. നമ്മുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞാനേ അല്ല, ഒരു പെൺകുഞ്ഞ. ഇപ്പൊ അവൾക്ക് 6 വയസ്സായി കാണുമല്ലേ? കാണാൻ എങ്ങനെയായിരിക്കും അവള്? ഇമാജിൻ, നല്ല ക്യൂട്ടായി
നല്ല സ്വീറ്റായി നല്ല രസമായി സംസാരിച്ച് മുടിയൊക്കെ പിന്നിയിട്ട് ചിരിച്ചും കളിച്ചും ഓടിച്ചാടി എവിടെയോ ജീവിക്കുന്നു. വാവ്, ഇമാജിനേഷനെ ഇത്ര ബ്യൂട്ടിഫുൾ ആണല്ലോ. സിയെ ഞാൻ വിട്ടുകൊടുക്കേണ്ടി വരുമോ? അഥവാ അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും വന്നാ സിയെ എന്റെ അടുത്തുനിന്ന് അകന്നു പോവോ? ഇല്ല, അവൾ ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നാൽ അതെങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ ഞാൻ വെറുതെ ഓരോന്ന് ഇമാജിൻ ചെയ്യുന്നതാണോ? അഥവാ അവളുടെ അച്ഛനും അമ്മയും വന്നാലോ? സിഹ എന്റെ മകളാ. ഞാനാ അവളെ പെറ്റു വളർത്തിയത്. ഞാനാ അമ്മ, റാമ അച്ഛൻ. ഇതാ സിഹിയുടെ വീട്. എനിക്ക് അവൾ ഒരിക്കലും വിട്ടുകൊടുക്കാനാവില്ല. അവൾ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയപ്പോ എല്ലാരും അവൾ ഒരുപാട് മിസ് ചെയ്തു. സിഹി എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവൾ ഒരിക്കലും എന്നെ വിട്ടു പോകാൻ പാടില്ല ഭഗവാനെ. ഐ നോ ഷാലു, ഇത്രയും ദിവസം കുഞ്ഞ് ജീവനോടെ ഇല്ല എന്നാണ് ഞാൻ കരുതിയത്. ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം നമ്മൾ അറിയുമ്പോൾ അത് സത്യമാണോ കള്ളമാണോ എന്നൊരു സംശയത്തിലാണ് നീ ഉള്ളതല്ലേ? അതുകൊണ്ടാ നിനക്ക് ഈ കാര്യത്തിൽ സന്തോഷിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ കഴിയാത്തത്, റൈറ്റ്? നീ എത്രയൊക്കെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം കുഞ്ഞ് എവിടെയോ ജീവനോട് ഇരിപ്പുണ്ടെന്നറിയുമ്പോൾ നിന്റെ ഉള്ളിലെ അമ്മക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. അവൾ എവിടെയാ ഉള്ളത്, ആരുടെ കൂടെയാ, എന്താ ചെയ്യുന്നേ എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം നിനക്കും ഉണ്ടാവും. എനിക്ക് മനസ്സിലാവും ശാലു. നമുക്കൊരു കുഞ്ഞ് വേണമെന്നാണെങ്കിൽ നിന്റെ കരിയറിനെയോ എൻ്റെ കരിയറിനെയോ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് വിചാരിച്ചാ അന്ന് നമ്മൾ സരോഗസി ഓപ്റ്റ് ചെയ്തത്. പ്രഗ്നൻസി കൺഫേം ആക്കിയ ദിവസവും ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഭംഗിയുള്ളൊരു പെൺകുഞ്ഞിനെ വേണമെന്ന്? അപ്പോൾ നീ അല്ല ശ്യാം, നമുക്ക് ആൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് നീ ചലഞ്ച് ചെയ്തു. അതൊക്കെ ഈ അടുത്ത് നടന്ന പോലെ എനിക്ക് തോന്നുന്നത്. നമ്മുടെ മോളവള് എപ്പോൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. അവളെനിക്ക് വേണം, അവളെനിക്ക് വേണം ശാലു. അവളെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. നിനക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നില്ലേ? പറയാനുണ്ടോ? നിനക്കും ഇങ്ങനെയൊക്കെ തന്നെ തോന്നും. ഐ നോ. നീ മകളെന്ന് പറയുന്നുണ്ടല്ലോ. ആ മകള് ജീവനോടെ ഇല്ലെന്ന് നിന്നോട് കള്ളം പറഞ്ഞത് ഞാനാ. നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് ശ്യാം. എന്റെ സങ്കടം നിനക്ക് മനസ്സിലാവില്ല. വാട്ട് യു സീക്ക് ഈ സീക്കിംഗ് യു എന്ന് 13-ാം നൂറ്റാണ്ടിൽ ഒരു കവി റൂമി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മകളും നമ്മൾ വരുമെന്ന് കരുതി കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ശ്യാം, അവളുടെ ലൈഫ് ഇപ്പോ എവിടെയോ ഒരിടത്ത് സെറ്റിലായി കാണില്ലേ? നമ്മൾ എന്തിനാ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എന്ന് വെച്ച് നമ്മൾ അടങ്ങിയിരിക്കണോ? നോ വേ ശാലു. നമുക്ക് ആ കുഞ്ഞിനെ വേണം. എനിക്ക് മനസ്സിലാവും ശ്യാം. പക്ഷേ ആ സറോഗേറ്റ് മദർ തന്നെ അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയതല്ലേ? കുഞ്ഞു ഇപ്പോ അവളാണ് മദർ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. നമ്മളിപ്പോ അവരോട് പോയി കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവും തോന്നുന്നുണ്ടോ? ഇത്രയും വർഷം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ശാലു. നോ, അവൾ നമ്മുടെ മകളാ. നോക്ക്, നമുക്കൊരു കൊച്ചു വേണമെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ടാ നമ്മൾ രണ്ടുപേരും ഒരു സറോഗേറ്റ് മദറിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് അവർ ജന്മം നൽകിയത്. ഓക്കെ, ആ കുഞ്ഞ് അവരുടെ കൂടെ വളർന്നതായിരിക്കും. പക്ഷേ ആ കൊച്ചിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും നമ്മളാന്നുള്ളത് മറക്കരുത്. റാം എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് നമുക്ക് നമ്മുടെ മകളെ എന്തായാലും കിട്ടും.
എന്താ സീത, ഉറക്കം വരുന്നില്ലേ? ഈ സമയത്ത് വന്ന് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താ? രാമനെ കാത്തിരിക്കുന്ന ശബരിയെ പോലെ, ഒരിക്കലും സ്വന്തമാകാത്ത കൃഷ്ണന്റെ രാധയെ പോലെ, ഈ വീട്ടിലെ പൊന്നു മരുമോളായ നീ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിന്നാ എങ്ങനെ ശരിയാവും? ഈ സമയത്ത് ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ മാത്രം നിനക്ക് എന്ത് വിഷമം ഉണ്ടായത്? എന്താ അമ്മേ, രാമന്റെ ഭാര്യ സീതയ്ക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടില്ലേ? രാമന്റെ ഭാര്യ സീത തന്നെ നീയും. രാമനെ കല്യാണം കഴിച്ച് ആ സീത കഷ്ടപ്പെട്ടിരുന്നു. രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി അടച്ചു വെച്ചു. പക്ഷെ നീ അതൊന്നും ആലോചിക്കണ്ട. എന്റെ അപ്പ ഒരു വിധത്തിൽ നിന്നെ പ്രയാസപ്പെടുത്തില്ല. അതുകൂടാതെ ഈ വീട്ടില് നിന്നെ പ്രയാസപ്പെടുത്താൻ പാകത്തിലുള്ള രാവണന്മാരുമില്ല. പറ, എന്തു പറ്റി? എന്ത് ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നെ? രാവണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ലമ്മേ. സീതയെ ശരിക്കും പ്രയാസപ്പെടുത്തിയത് രാവണന്റെ ദുഷ്ടതയും ദുരാഗ്രഹവുമാണ്, അല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തില്ല. ഞാൻ കൂടെയുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യം ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങളത് പറഞ്ഞതുപോലുമില്ല. ഇപ്പൊ അതൊക്കെ പറയുന്നത് എന്തിനാ സീത? മറ്റൊരു കുഞ്ഞിനെ വേണോന്ന് നീ ഒരു തീരുമാനം എടുത്തല്ലോ. നിന്റെ ആ തീരുമാനം കാരണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷായി, എനിക്കുൾപ്പെടെ. എന്താ അപ്പു എന്തെങ്കിലും പറഞ്ഞോ? വല്ലതും പറഞ്ഞെങ്കിൽ പറ, ഞാൻ അവനോട് സംസാരിച്ചോളാം. അവൻ മറ്റാര് പറഞ്ഞത് കേട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ അവനനുസരിച്ചിരിക്കും. അവരെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അവര് കാരണം ഞാൻ ഒരിക്കലും വേദനിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ എന്നെ വേദനിപ്പിച്ചത് നിങ്ങളാണ്. എന്റെ തീരുമാനം എന്താണെന്ന് നിങ്ങൾ മുത്തശ്ശനോട് അറിയിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോ ഞാൻ അവരെ വഞ്ചിച്ചതുപോലെ ആയില്ലേ? അവർക്ക് സമ്മതമാണ്, മറ്റൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്തത് എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. നീ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ചെയ്തതും ശരിയാണ് സീത. നീ ഈ വീട്ടിലെ മരുമകളാകുന്നതിന് മുൻപേ ഈ വീട്ടിലെ മരുമകളാണ് ഞാൻ. എന്റെ വീടിന്റെ സന്തോഷത്തിന് ഞാൻ എന്ത് ചെയ്യണമോ അത് മാത്രമാണ് ഞാൻ ചെയ്തത്. മുഹൂർത്തത്തിന്റെ സമയത്ത് മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കല്യാണം തന്നെ വേണ്ടാന്ന് നീ എന്നോട് പറഞ്ഞു. അപ്പോ എനിക്കെന്റെ വീടും അതുപോലെ കുടുംബവും മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് സീത. അതിന്റെ നിലനിൽപ്പിന് ഞാൻ എന്ത് ചെയ്യണമോ അത് മാത്രമാണ് ഞാൻ ചെയ്തത്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ അത് തന്നെ ചെയ്തേനെ. സോ ഞാൻ ചെയ്തതാണ് ശരി. അമ്മ എന്റെ ചോദ്യങ്ങൾക്കൊന്നും ശരിക്കൊരു ഉത്തരം തന്നില്ലല്ലോ. ഇത്രയും വലിയൊരു കാര്യത്തില് രണ്ടുപേരെ പറഞ്ഞു പറ്റിച്ച് കല്യാണം നടത്തിയത് എങ്ങനെയാ നല്ല കാര്യമാവുന്നത്? അപ്പോ ഈ വീടിന് നല്ലത് സംഭവിക്കണമെങ്കിൽ സിഹ എന്നെ നകന്ന് നിൽക്കണമെന്ന് ഇവർ പറഞ്ഞാ ഞാനത് അംഗീകരിക്കേണ്ടി വരുമോ? ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷെ ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ എന്റെ റാമാണ്. ഇവൾ എന്റെ സിഹിയും. എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ ജീവിതം ഇല്ലാതാവാൻ ഞാൻ സമ്മതിക്കില്ല.
ഞാനിവരെ സംരക്ഷിക്കും. പിന്നെ എന്റെ റാമും, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും അകറ്റി നിർത്തില്ല. വാ, ശ്യാം, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇതിൽ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ശാലു. വി ആർ ലീവിംഗ്, ദാറ്റ്സ് ഇറ്റ്. നോക്ക്, ഇത് ചാന്ദിനിയുടെ മാത്രമല്ല, എന്റെ മുത്തശ്ശിയുടെ വീടാ. മുത്തശ്ശി ഞങ്ങൾക്കായിട്ട് എഴുതി വെച്ച വീട്ടില് അതിനുള്ള റൈറ്റ്സ് ഉണ്ടാവില്ലേ? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വീട് വിട്ടിറങ്ങി പോകുന്നത് ശരിയല്ല ശ്യാം. ഞാൻ ആഘോഷത്തിനാണെങ്കിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കിയിരുന്നു. ശരി, അത് വിട്. നിന്റെ കരിയറിനെ കുറിച്ചെങ്കിലും ആലോചിച്ചിരുന്നോ നീ? വീട്ടിലിപ്പോ പുതിയൊരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്തതാ. നിന്റെ പേഷ്യൻസ് എല്ലാവരും ഇങ്ങോട്ടാ വരാറ്. എന്തൊക്കെയാണെങ്കിലും നിനക്ക് അവരെല്ലാവരും ഒരുപാട് ഇമ്പോർട്ടന്റ് അല്ലേ? പെട്ടെന്ന് നീ ഇവിടെ ഇല്ലാണ്ടായ അവരെല്ലാവരും എങ്ങോട്ട് പോവും? നീ പറയുന്നത് സത്യം. പെട്ടെന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ബട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് ക്ലിനിക് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ കാനഡയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് നമ്മൾ രണ്ടുപേരും വേറെ വീട്ടിലോട്ട് മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ നിനക്ക് നിന്റെ മുത്തശ്ശിയുടെ വീടെന്നുള്ള സെന്റിമെന്റ്സ്, നിന്റെ അനിയത്തി ഒറ്റക്കാവുമെന്നുള്ള കൺസേൺ, ഇതൊക്കെ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ നിന്റെ അനിയത്തി ചാന്ദിനിക്ക് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ആൻഡ് മോർ ഓവർ, നമ്മുടെ കൂടെ നിന്ന് എൻ്റെ പേര് യൂസ് ചെയ്ത് നമ്മൾ പോലും അറിയാത്ത എന്തോ കാര്യം ചെയ്യാൻ ശ്രമിച്ചവളുടെ കൂടെ ഇവിടെ നിൽക്കാൻ എനിക്കിഷ്ടമല്ല. ഡോക്ടർ അനന്തലക്ഷ്മിയുടെ അടുത്ത് പോയി നമ്മുടെ പാസ്റ്റ് എന്താണെന്ന് അവൾ അന്വേഷിച്ചു. അത് ശരിയാണോ? എൻ്റെ കാഴ്ചയിൽ അത് വലിയ തെറ്റാ. ഞാൻ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല. ശ്യാം, ഐ എം നോട്ട് സപ്പോർട്ടിങ് ഹെർ. അവൾ ചെയ്തത് തെറ്റാ, അത് ഞാൻ സമ്മതിക്കുന്നു. ബട്ട് അത് നമുക്ക് തമ്മിൽ പറഞ്ഞ് സോർട്ട് ചെയ്താ പോരെ? അത് വിട്ടിങ്ങനെ വീട് വിട്ടു പോവാന്നൊക്കെ പറഞ്ഞാ എങ്ങോട്ട് പോവും? I don't know. But ഞാൻ എന്തായാലും പോവാണ്. പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്ക് ശ്യാം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ശാലു. ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തതാണ്. നീയും എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇല്ലാന്ന് വിശ്വാസമില്ലെങ്കിൽ നിന്റെ കൂടെ ഇങ്ങനെ 10 വർഷം ജീവിക്കുമായിരുന്നു ഞാൻ. എന്താണെങ്കിലും നല്ലതിനാണെന്ന് കരുതണം ശാലു. എൻ്റെ കൂടെ വരുമോ എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യില്ല. ഗീതേ, കസ്കസും ഗോതമ്പും മുന്തിരിയും ശർക്കരയും കൊണ്ടുവാ. സീത, സാധനമേമ്മ. റാം, ഒരു മിനിറ്റ്, ഭക്ഷണം ഇപ്പൊ കൊണ്ടുവരാം. അല്ല, സീത എവിടെ? കാണുന്നില്ല. അമ്പലത്തിലേക്ക് പോയതായിരിക്കും. ഞാൻ ഈ പ്രസാദം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അവള് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഇന്ന് ഗണേശോത്സവം അല്ലേ, അമ്പലത്തിലേക്ക് പോയതായിരിക്കും. അതെന്താ അവൾ അമ്പലത്തിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്? ഇവിടെ ഒരാളുള്ള കാര്യം ഓർമ്മയില്ലേ അവക്ക്? റാം, നീ ഉറങ്ങുമല്ലായിരുന്നോ? നിന്നെ എഴുന്നേപ്പിച്ച് വെറുതെ ഉറക്കം കളയണ്ടെന്ന് കരുതി വിളിക്കാതെ പോയതായിരിക്കും. അമ്പലത്തിലേക്കല്ലേ പോയത്? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അവൾ ഇപ്പൊ ഇങ്ങ് വരും. എന്നാലും സീത എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയല്ലോ. ടൂ ബാഡ്. അതുമല്ല, സിഹിയെ അവള് കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാനെന്താ അന്യനാ? ഞാനതിനെന്താ ചെയ്ത്? അവൾക്ക് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അറ്റ്ലീസ്റ്റ് പറയുകയെങ്കിലും ചെയ്യായിരുന്നു. അമ്മയും മകളെ എന്റെ കൈ കിട്ടും, അപ്പൊ കാണിച്ചു കൊടുക്കാം.
എന്തിനാ കരയുന്നത്? മേമ, എന്ത് പറ്റി മേമ? എന്തിനാ കരയുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ കരഞ്ഞൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. മേമ കള്ളം പറയല്ലേ, നിങ്ങൾ കരഞ്ഞ ഞാൻ കണ്ടതാ. ഏയ് അപ്പോ ഞാൻ എന്തിനാ വെറുതെ കരയുന്നത്? അല്ല രാമ, സിഹിയും സീതയും ഈ വീട്ടിലേക്ക് വന്ന പിന്നെ നമ്മുടെ ആദ്യത്തെ ഗണേശോത്സവ, ഒത്തിരി സന്തോഷം തോന്നുന്നില്ലേ? മേമ വെറുതെ വിഷയം മാറ്റല്ലേ. പ്ലീസ് ടെൽ മീ വാട്ട് ഹാപ്പൻ. എന്നോട് പറ മേമ. ഒരർച്ചന ചെയ്യണമായിരുന്നു. अस्य यजमानस्य गोत्रोत्पन्नस्य സിഹി सिंहिना മീനരാശി രേവതി നക്ഷത്രം, रेवती नक्षत्र मीन राशि जातस्य അച്ഛൻ ശ്രീറാം ദേശായി, श्रीराम देसाई नाम धस्य അമ്മ സീത ശ്രീറാം ദേശായി, श्रीराम देसाई नाम धस्य സഹകുടുംബം. सह कुंभानां क्षेमस्य विजय जय शुभाभ्यानन्दायरारोग्यैश्वर्याभिवृद्ध्यर्थं शनेश्वराय नमः शान्ताय नमः सर्वाभीष्टप्रदायिने नमः शरण्याय नमः वरेण्याय नमः सर्वेशाय नमः. ഇന്നലെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കൺഫ്യൂഷൻസിനും ഭയത്തിനും ഒരർത്ഥമില്ലെന്ന് തോന്നുന്നു. ഇത്രയും വർഷം അന്വേഷിച്ചു വരാത്ത അച്ഛനും അമ്മയും ഇപ്പൊ അന്വേഷിച്ചു വരുവോ? ഇല്ല. സിഹി എത്ര വലിയ കുട്ടിയായാലും അവളുടെ അമ്മ ഞാനാ, അച്ഛൻ രാമനാ. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ ദൈവമേ.